ഹൈഡ്രേഞ്ചിയ വായിച്ചു കഴിഞ്ഞു കേട്ടോ. എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഈ കേസ് അന്വേഷിച്ച് പോകുമ്പോൾ കേട്ടോ. കോഫി ഹൗസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ ഒരു ചെറിയ റെഫറൻസ് പലയിടത്തും ഉണ്ട്. അതെനിക്ക് ഞാൻ കോഫി ഹൗസ് വായിക്കാത്തതുകൊണ്ട് അതത്ര എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷേ എന്നാലും ഓക്കെ. അപ്പോൾ എസ്തറും അപർണയും ക്രിസും ഷാരോണും ഇമ്രാനും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു വായിക്കാൻ. ഇത് വായിച്ച് കുറച്ച് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കിതിൽ വയ്ക്കാനൊരു ബുക്ക് മാർക്കില്ലാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ബുക്ക് മാർക്ക് ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഈ ബുക്ക് മാർക്കും ഈ കഥാപാത്രങ്ങളും ഒക്കെ ഹൈഡ്രേഞ്ചിൽ എൻ്റെ കൂടെ ഈ വായന സമയത്ത് ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത് നമ്മളെടുത്തേക്കുന്ന ഒരു നോവലാണേ ദക്ഷ. ശ്രീദേവി ചേന്നമംഗലം എഴുതിയ നോവലാണ്. ഇതൊന്ന് മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇനി വായിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. വായിച്ചു തുടങ്ങി. പല കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു കഥയാണ് ദക്ഷ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു കേട്ടോ. ഓക്കെ.